ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സർ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, ഗൗരി കരഞ്ഞു തൊഴുതുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും ചെയ്യില്ല. നല്ല കുട്ടിയായി പറയുന്നതനുസരിക്ക്, ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് ദേവൻ അവളുടെ കവളിൽ നിന്ന് കൈയെടുത്തു. എന്നിട്ട് പ്ലേറ്റ് ഗൗരിക്ക് നേരെ നീട്ടി. അവൾ രണ്ട് കൈകളും കൊണ്ട് ആ പ്ലേറ്റ് വാങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തിയിരുന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണുനീർ മറ്റേ കൈകൊണ്ട് തുടച്ചു. എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു, മതി. റൂമിൽ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ചൂട് കാരണം വിയർത്തൊഴുകി വരുന്ന വിയർപ്പ് തുടച്ച് ദേഷ്യത്തോടെ ദേവൻ പറഞ്ഞു, കുറച്ചുകൂടെ കഴിക്ക്. പേടിച്ചവൾ കുറച്ചുകൂടി വേഗം വേഗം കഴിച്ചു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കുറച്ചുകൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ പറഞ്ഞു, മതി. അവൻ ആ പ്ലേറ്റ് വാങ്ങി കുറച്ച് നീക്കി വെച്ച് പറഞ്ഞു, പോയി കൈ കഴുകിയിട്ട് വാ. അവൾ അവനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കൈ കഴുകാനായി പോയി. അവൾ കൈ കഴുകി ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് ബാഗ് തുറന്ന് അതിൽ നിന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് പുറത്തെടുത്ത് ടേബിളിന് മുകളിൽ വെച്ച് പെൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതിൽ സൈൻ ചെയ്യേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനിനി ഓഫീസിലേക്ക് വരുന്നില്ല. നിന്നെ ഒരു ദിവസം പോലും ഓഫീസിൽ നിർത്തണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പക്ഷേ ഇതെൻ്റെ വാശിയാ. നീ ഇന്നലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നില്ലേ? എഗ്രിമെൻ്റ് സൈൻ ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അവർക്ക് പോകാൻ കഴിയാതെ വരുമെന്ന്. മറ്റെവിടെയെങ്കിലും ജോലി കിട്ടി ബായ് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി. ഏതൊരു കമ്പനിയിലും ഒരു സ്റ്റാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നാളെ മുതൽ വരില്ല എന്ന് പറഞ്ഞു പോയാൽ ആ കമ്പനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊരു സ്റ്റാഫിനെ കണ്ടെത്തി ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നത് വരെ. അത് നിന്നെപ്പോലെ ഉള്ളവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് 3 മാസം മുമ്പ് നോട്ടീസ് തരണമെന്ന് എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയുന്നത്. അല്ലാതെ കമ്പനി വിട്ട് പോകാനേ പാടില്ല എന്നല്ല. നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ എഗ്രിമെൻ്റാണ് ഇത്. വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് അവൾക്ക് നേരെ നീട്ടി. അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അത് തിരികെ എടുത്തു പറഞ്ഞു, കണ്ണീര് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വായിച്ചെടുക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. എനിക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നോട്ടീസ് പീരീഡ് നിനക്ക് 6 മാസമാണ്. മാത്രമല്ല നിനക്ക് ലീവ് വേണമെങ്കിൽ എൻ്റെ അനുമതി വേണം. നിനക്ക് ലീവ് തരണമെന്ന് എനിക്ക് തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ തരൂ. കമ്പനിയിൽ പെർമനൻ്റ് സ്റ്റാഫുകൾക്ക് സാധാരണ ഫാമിലി ഇൻഷുറൻസാണ് കൊടുക്കാറ്. എന്നാൽ നിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പണത്തിനു വേണ്ടി മകളെ വിൽക്കാൻ പോലും തയ്യാറായ നിന്റെ പാരൻസിന് എന്തിനാ ഇൻഷുറൻസ്? അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് നിനക്കില്ല. വേണമെങ്കിൽ 6 മാസം മുൻപ് നോട്ടീസ് തന്ന് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാം. ഓഫീസിൽ ഞാൻ പറയുന്ന എല്ലാ ജോലിയും നീ ചെയ്യണം. എഗ്രിമെൻ്റ് ലംഘിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതെല്ലാമാണ് എഗ്രിമെൻറ്റിൽ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉള്ളത്. ബാക്കിയെല്ലാം കോമൺ തന്നെയാണ്. സൈൻ ചെയ്യ് വീണ്ടും അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ ജോലിക്ക് വരുന്നില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നോട്ടീസ് പീരീഡ് നിനക്ക് 6 മാസമാണ്. ഈ 6 മാസമെങ്കിലും നീ അവിടെ ജോലി ചെയ്തേ പറ്റൂ. ഇതെൻ്റെ വാശിയെന്ന് കൂട്ടിക്കോ. സൈൻ ചെയ്യ് ദേവൻ പറഞ്ഞു. അപ്പോഴും അവൾ സൈൻ ചെയ്യാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു, ചെയ്യിക്കാൻ എനിക്കറിയാം. എന്നിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ അവൻ്റെ വിരലുകൾ കൊണ്ട് മാടിയൊതുക്കി. അവളുടെ കവിളിലൊന്ന് തഴുകി. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി അവൻ്റെ കയ്യിൽ നിന്ന് പെൻ വാങ്ങി. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. അവൻ അപ്പോൾ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അവന് ഒട്ടും മനസ്സലിവില്ലെന്ന് കണ്ട് അവൾ നിവർത്തിയില്ലാതെ ആ പേപ്പറുകളിൽ സൈൻ ചെയ്തു. ഗുഡ്, ഇനി കിടന്നോ എന്ന് പറഞ്ഞ് ആ പേപ്പറുകൾ ബാഗിലാക്കി അവൻ പോകാൻ ഒരുങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ വരുമ്പോൾ നിൻ്റെ അമ്മ പറയുന്നത് കേട്ടു, നീ ബാഗ് പാക്ക് ചെയ്ത് ആരുടെ കൂടെ പോവാൻ നിൽക്കുകയാണെന്ന്. ശരിക്കും നീ ആരുടെയെങ്കിലും കൂടെ പോകാൻ നിൽക്കുകയായിരുന്നോ? ദേവൻ ചോദിച്ചു. അതിനവൾ മറുപടിയൊന്നും പറയാതെ ദേഷ്യവും സങ്കടവും വന്ന് അവനെ നോക്കി. പറയുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി റൂം പൂട്ടി. എൻ്റെ മഹാദേവ, എന്നെ ഈ ദുഷ്ടൻ്റെ കൈകളിൽ നിന്ന് ഒന്ന് രക്ഷിക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദേവൻ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോയത്. എഗ്രിമെൻ്റ് പേപ്പർ എടുത്തു വെച്ച ബാഗ് ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിൽ വെച്ച് അവൻ കഴിക്കാനിരുന്നു. ആ ബാഗ് കണ്ട് രവിക്കത് എഗ്രിമെൻ്റ് പേപ്പർ ആയിരിക്കുമെന്ന് മനസ്സിലായി. ദേവൻ രാവിലെയും ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ലെന്നറിയാവുന്നത് കൊണ്ട് രവി ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചെഴുന്നേറ്റു.
കഴിച്ചു കഴിഞ്ഞ് ആ ബാഗ് എടുത്ത് ദേവൻ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവനൊന്ന് അമ്പരന്നു. അപ്പോൾ പിന്നിൽ നിന്ന് രവി പറഞ്ഞു, സാറിൻ്റെ വിവാഹം കഴിഞ്ഞ് ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതുകൊണ്ടാ റൂം അലങ്കരിച്ചത്. ദേവൻ ദേഷ്യത്തോടെ രവിയുടെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താ കളിയാക്കുക? രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ. കളിയാക്കേ? ഇതെങ്ങനെ കളിയാക്കലാവും? സത്യല്ലേ? രവി പറഞ്ഞു. സത്യം. സത്യം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് ദേവൻ രവിയെ തള്ളി മാറ്റി. അറിയില്ല. ആ പെണ്ണിൻ്റെ കഴുത്തിലൊരു താലി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. പറഞ്ഞതാ. ഞാനോ രാമേട്ടനോ ഇവിടെ കഴിയുന്നത് പോലെയാണോ സാറ് താലി കെട്ടിയൊരു പെണ്ണ് ഇവിടെ കഴിയുന്നത്? സാറിൻ്റെ ശത്രുക്കൾ ഇതറിഞ്ഞ പിന്നെ അവളെ ജീവനോടെ വെച്ചേക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാർ ആഗ്രഹിക്കുന്നത് സാറിൻ്റെ പ്രതികാരം തീർക്കാൻ ശത്രുക്കൾ അവളെ കൊന്നോട്ടെ എന്നാണോ? രവി ചോദിച്ചു. സ്ഥിരമായി അവളുടെ കഴുത്തിൽ അത് ഇടാനല്ല ഞാൻ കെട്ടിയത്. അവളുടെ കഴുത്തിൽ നിന്ന് അത് അഴിക്കുന്നത് വരെ അവളെക്കുറിച്ച് ആരും അറിയില്ല, ദേവൻ പറഞ്ഞു. എത്ര ഈസിയായാ സാർ ഇത് പറഞ്ഞത്? ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടുന്ന താലി അത്ര പെട്ടെന്നൊന്നും അഴിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് മറ്റാരേക്കാൾ കൂടുതൽ നന്നായി സാറിനറിയാം. എന്നിട്ടായി പറയുന്നത്, രവി പറഞ്ഞു. നിയമത്തിൻ്റെ മുന്നിൽ അവൾ എൻ്റെ ഭാര്യയല്ല. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷേത്രത്തിലോ മറ്റു പൊതുസ്ഥലത്തോ വെച്ചല്ല നടന്നത്. ഒരു ഫോട്ടോയും ഇല്ല. 4 ആൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അത് അഴിക്കാൻ കഴിയാതെ വരും? ദേവൻ ചോദിച്ചു. മനസാക്ഷി എന്നൊന്നില്ലേ സാറിന്? രവി ചോദിച്ചു. മനസാക്ഷി? ഈ പറയുന്ന മനസാക്ഷി എന്നോട് കാണിക്കേണ്ടവർ കാണിച്ചിട്ടുണ്ടോ? ദേവൻ ചോദിച്ചു. അതുകൊണ്ട് സാറും അത് വേണ്ടെന്ന് വെച്ചോ? ആ പെണ്ണിൻ്റെ കണ്ണീര് സാറിൻ്റെ തലയിൽ ശാപായി പതിക്കാതിരിക്കാൻ സാറ് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചോ? ഇന്നു മുതൽ സാർ ഉറങ്ങുന്നതും ഉണരുന്നതും ശ്വസിക്കുന്നതും വരെ അവളെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കണം. അതിനാ ഈ റൂം ഒരു മണിയറ പോലെ ഞാൻ അലങ്കരിച്ചത്. മുല്ലപ്പൂവിൻ്റെ മണം ശ്വസിച്ച് പൂമെത്തയിൽ AC-യുടെ തണുപ്പേറ്റ് ഇവിടെ കിടക്ക്. എന്നിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ടോയെന്ന് ഒന്ന് നോക്ക്. അവളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരല്ലാതെ സാറിൻ്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാകില്ല. പക കൊണ്ട് സാർ അവളോട് ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റാണെന്ന് സാറിനും അറിയാം. അതുകൊണ്ടാ അവിടെ ഇരുന്ന് അവളെ അത് മുഴുവൻ കഴിപ്പിച്ചിട്ട് വന്നത്, രവി പറഞ്ഞു. രവി, മതി പറഞ്ഞത്, പോ, ദേവൻ പറഞ്ഞു. ഞാൻ പോയേക്കാം. സാറിനെ ഉപദേശിക്കാനോ നേർവഴിക്ക് കൊണ്ടുവരാനോ ഞാൻ സാറിൻ്റെ ആരുമല്ല. വെറും ജോലിക്കാരൻ മാത്രാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രവി അവിടുന്ന് പോയി. ദേവൻ ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് കടന്നു ചെന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ടേബിളിന് മുകളിലേക്ക് ഇട്ടു. അലങ്കരിച്ച മാലകളെല്ലാം വലിച്ച് താഴെയിട്ടു. ബെഡിൽ വിതറിയിരുന്ന മുല്ലപ്പൂക്കളെല്ലാം ബെഡ്ഷീറ്റോടെ വലിച്ച് താഴേക്കെറിഞ്ഞു. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ ബെഡിലിരുന്ന് കിതച്ചു. കുറച്ചു കഴിഞ്ഞ് അങ്ങനെ ബെഡിലേക്ക് വീണു. രവി പറഞ്ഞതുപോലെ ദേവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ദേവൻ ഫോണെടുത്ത് രവിയെ വിളിച്ചു. രവി, മെഡിസിൻ വേണം എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. രവി കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവനുള്ള മെഡിസിൻ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിച്ച് അവൻ കിടന്നു. അപ്പോൾ രവി ഡോർ അടച്ച് അവിടുന്ന് പോയി. രാവിലെ ഗൗരി നേരത്തെ ഉണർന്നു. അപ്പോഴും അവൾക്ക് സങ്കടം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അത് തുടച്ച് അവൾ തലേന്ന് അവളുടെ മുടിയിൽ പങ്കജം വെച്ചുകൊടുത്ത മുല്ലപ്പൂ എടുത്ത് ദേഷ്യത്തോടെ ഡോറിന് നേരെ എറിഞ്ഞു. അതിനുശേഷം കഴുത്തിൽ കിടന്നിരുന്ന താലി കയ്യിലെടുത്ത് നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. വീണ്ടും കണ്ണീർ തുടച്ചു മാറ്റി ബാഗിൽ നിന്ന് ബ്രഷും തുണികളും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഉപയോഗിക്കാതെ കിടന്ന ബാത്റൂം ആയതിനാൽ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഗൗരി അതെല്ലാം ആദ്യം വൃത്തിയാക്കി. എന്നിട്ട് കുളിച്ച് ഫ്രഷായതിനു ശേഷം ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നു. ആ റൂമിൽ അവിടെ ഇവിടെയായി കിടക്കുന്ന പെട്ടികളും ബാഗുകളും ബുക്കുകളുമെല്ലാം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ടേബിളിന് മുകളിലും തറയിലുമെല്ലാം നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നു. വെറുപ്പോടെ അതെല്ലാം ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും അവൾ ആ മൂലയിൽ തന്നെ പോയിരുന്നു. രാമേട്ടൻ ദേവന് കുടിക്കാനുള്ള ചായയുമായി റൂമിന് മുന്നിൽ വന്ന് കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് ദേവൻ ഉണർന്നത്. ഉണർന്ന് ബെഡിലിരുന്ന് റൂമിലുണ്ടായിരുന്ന പൂക്കളും പൂമാലയുമെല്ലാം കുറച്ചു നേരം നോക്കിയിരുന്നതിന് ശേഷം ദേവൻ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു. ചായ വാങ്ങിയ ശേഷം ഞാൻ വരാം, രാമേട്ടൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഡോർ അടച്ച് ദേവൻ അകത്തേക്ക് വന്നു. ചായ ടേബിളിന് മുകളിൽ വെച്ച് റൂമിലുണ്ടായിരുന്ന പൂമാലയും പൂക്കളുമെല്ലാം പെറുക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ബെഡ്ഷീറ്റ് ചുരുട്ടി ഒരു മൂലയിലേക്ക് എറിഞ്ഞു. അലമാരയിൽ നിന്ന് പുതിയൊരെണ്ണം എടുത്ത് ബെഡിൽ വിരിച്ചു. കുളിച്ച് ഫ്രഷായതിനു ശേഷം ദേവൻ താഴേക്ക് വന്നു. കിച്ചണിൽ പോയി ഒരു കപ്പ് ചായ എടുത്ത് ഗൗരി കിടക്കുന്ന റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നു.
അവൾ കുളിച്ച് ഡ്രസ് മാറിയത് കണ്ട് ദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. ചായ കുടിക്ക് എന്ന് പറഞ്ഞ് ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടി. അവൾ ദേവനെ ഒന്ന് നോക്കിയ ശേഷം ഡോറിലേക്കൊന്ന് നോക്കി. ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ ദേവനെ തള്ളി മാറ്റി അവിടുന്ന് പുറത്തേക്കോടി. ഗൗരിയുടെ പെട്ടെന്നുള്ള തള്ളലിൽ ദേവൻ ചുമരിലേക്ക് ചെന്നിടിച്ചു.